ഇത് ചെടി വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫംഗസുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കും. അതേപോലെ തന്നെ പുറം മോടിയിലും ഇത് പറ്റി പിടിച്ച് കിടക്കും. പക്ഷേ പുറം മോടിയിൽ ഫംഗസ് വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ടും ഇത് നമ്മൾ സാഫ് കൊടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ സാഫിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സാഫിനെ കുറിച്ചിട്ട് പലർക്കും പല രീതിയിലുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ട്. ഇത് വളമാണോ, ഫംഗിസൈഡ് ആണോ, ഇതെങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത്, കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സാഫ് ഒരു വളമല്ല കേട്ടോ. സാഫ് വളമാണ് പലരും ചിന്തിക്കുന്നത്. കാരണം ഈ മഴക്കാലത്ത് വളമിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലരും പറയാറുണ്ട് ഞാൻ സാഫ് കൊടുക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ സാഫ് ഒരു വളമല്ല, സാഫ് ഒരു ഫംഗിസൈഡാണ്. ഇത് രാസമാണ് കേട്ടോ. രാസം എന്ന് വെച്ചാൽ വലിയ സ്ട്രോങ് കുറഞ്ഞിട്ടുള്ള ഒരു രാസമാണ്. ഗ്രീനാണ് ഇവിടെ വരുന്നത്, മനസ്സിലായില്ലേ? യെല്ലോ ഗ്രേഡോ റെഡോ ഒന്നല്ല വരുന്നത്, ഗ്രീനാണ് വരുന്നത്. അപ്പോൾ വലിയ ദോഷം ഇല്ലാത്ത ഒന്നാണ്. പിന്നെ ഇത് ഒരു സിസ്റ്റമിക് ഫംഗിസൈഡും അതേപോലെ കോണ്ടാക്ട് ഫംഗിസൈഡും ആണ് കേട്ടോ. അത് നമ്മളെ ചെടികളിൽ വരുന്ന വാട്ടരോഗം, അതേപോലെ വേര് ചീയൽ, മൂട് ചീയൽ, ഇലകളിൽ വരുന്ന കറുത്ത പുള്ളികൾ, അല്ലെങ്കിൽ കറുത്ത പാട്, ഇലകളിലും തണ്ടിലൊക്കെ കറുത്ത പാടുകൾ വരും. അതേപോലെ വെള്ള പൂപ്പൽ വരും. അപ്പോൾ നമ്മുടെ ചെടികളിൽ കീടശല്യം മാത്രമല്ല, അതേപോലെ വൈറസ് രോഗം മാത്രമല്ല, ഇതേപോലത്തെ ഫംഗസിൻ്റെ ആക്രമണം നമ്മുടെ ചെടികളിൽ എപ്പോഴും കാണാറുണ്ടാവും. അതെച്ചാൽ തളിരില വരുമ്പോൾ തന്നെ ഈ കുമിൾ രോഗമൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ഇല കരിഞ്ഞും കൊണ്ട് ചുരുണ്ട് വരിക, അതേപോലെ കറുത്ത പാടുകൾ വരിക, വെള്ളപ്പൂപ്പൽ പോലെ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരും. അതേപോലെ മണ്ണിലും കൂടുതൽ അമിതമായിട്ട് വെള്ളം കെട്ടിക്കുന്ന സ്ഥലം, അല്ലെങ്കിലൊക്കെ മൂടി ചീഞ്ഞു പോകുന്നൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫംഗിസൈഡാണ് സാഫ്. അപ്പോൾ ഇത് സിസ്റ്റമിക് ആയിട്ടും അതേപോലെ കോണ്ടാക്ട് ആയിട്ടും വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ, ഇതിൽ നമ്മളിപ്പോൾ ചെടിയിൽ ഇപ്പോൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ചെടിയിൽ സ്പ്രേ ചെയ്ത് ചെടി വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫംഗസുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കും. അതേപോലെ തന്നെ പുറം മോടിയിലും ഇത് പറ്റി പിടിച്ച് കിടക്കും. പക്ഷേ പുറം മോടിയിൽ ഫംഗസ് വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ടും ഇത് നമ്മൾ സാഫ് കൊടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ സാഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ടുവരാനും സാഫിന് സാധിക്കും. അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ വരാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ സാഫ് കൊടുത്താൽ നമ്മൾ സാധിക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്, ഇത് വളമായിട്ട് കൊടുക്കണോ, ചില വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. സാഫ് നമ്മളൊരു മുൻകരുതലായിട്ട് നമ്മൾ കൊടുത്തു പോയാൽ നല്ലതാണ്. ഇപ്പോൾ നമ്മളെ കീടശല്യം, ചെടിയിൽ കീടശല്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, കീടശല്യം വന്ന ഇലകൾ ഫുള്ളും പണിയായി കഴിഞ്ഞാൽ ഇനി കീടശല്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വരുന്നതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭേദപ്പെടുത്തും ചെയ്യും, ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് സംരക്ഷണം ഒരുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യഘട്ടങ്ങളൊക്കെ ഇപ്പോൾ ഒരു ചെടി നട്ടാന്നുണ്ടെങ്കിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ചെറുങ്ങനെ 2 ഗ്രാമൊക്കെ എടുത്തിട്ട് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നീട് അത് മാസത്തിൽ 2 തവണ എന്നുള്ള രൂപത്തിലൊക്കെ മുൻകരുതലായിട്ട് നമുക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മളെ തളിരില വരുന്ന ആ ഒരു പ്രായത്തിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി പലരും ചോദിക്കുന്നതാണ്, ഇത് നമ്മൾ മണ്ണിൽ കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ജൈവരൂപത്തിൽ മാത്രം കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാനിതൊരു കാരണവശാലും മണ്ണ് കൊടുക്കാറില്ല. കാരണം ഞാൻ മണ്ണിൽ ജൈവരൂപത്തിൽ മാത്രമാണ് കൃഷി ചെയ്ത് പോകുന്നത്. അപ്പോൾ ജൈവവളങ്ങൾ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മണ്ണിൽ സൂക്ഷ്മ ജീവാണുക്കളും എൻസൈമുകളൊക്കെ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ജൈവരൂപത്തിൽ തന്നെ കൊടുത്തു പോകേണ്ടി വരും. അപ്പോൾ അവിടെ സാഫ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ ബ്ലോക്കായി പോവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മണ്ണിൽ ജൈവരൂപത്തിൽ മാത്രം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ സാഫ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇലകളിൽ മാത്രം സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനി മണ്ണിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൂഡോമോണസ് നമുക്ക് കലക്കി മാസത്തിൽ ഒരു 15 ദിവസം കൂടുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. സൂഡോമോണസ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ജൈവമാണ്. അതും ഇതേപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വരാതെ നമ്മളെ മണ്ണിനും ചെടീനൊക്കെ സംരക്ഷിക്കുന്നതാണ്. അതേപോലെ ട്രൈക്കോഡർമ നമുക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക. ട്രൈക്കോഡർമ ഒരു ഫംഗസാണ്, ജൈവമാണ്. അപ്പോൾ ഇതും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം. അപ്പോൾ മണ്ണിൽ ജൈവരൂപത്തിൽ കൊടുത്തിട്ട് ഇലകളിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഇത് തേക്കുന്നതിനെ കുറിച്ചൊരു പലർക്കും ഡൗട്ടുകളുണ്ട്. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രം തേച്ച് കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ ബോഡോ മിശ്രിതം വാങ്ങി തേക്കണമൊക്കെ? ഇല്ല, ബോഡോ മിശ്രിതം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സാഫ് ഉണ്ട്, സാഫ് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ മഴക്കാലത്തൊക്കെ നമ്മൾ പ്രൂൺ ചെയ്തിട്ട് ഇത് തേച്ച് കൊടുത്താൽ അത് അതേപടി തന്നെ ഒലിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. ആ മഴക്കാലത്തൊക്കെ പ്രൂൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ സാഫാണ് എടുക്കുന്നത്, സാഫ് ഒരു 2 സ്പൂൺ എടുക്കുക. അതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതിലേക്ക് നമ്മളെ മരം ഒട്ടിക്കുന്ന ഫെവിക്കോൾ ഉണ്ടല്ലോ, വൈറ്റ് കളറിൽ വരുന്നത്, ആ ഫെവിക്കോൾ 2 തുള്ളിയും കൂടി ഇട്ടിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലായിട്ട് ആ ഒരു ഭാഗത്ത് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ മഴ കൊണ്ട് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ മഴ കൊണ്ടാലും ആ സാഫ് അവിടെ നിന്ന് ഒലിച്ചു പോകില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്.
ഇപ്പോൾ അമിതമായിട്ട് നമ്മളെ ചെടിയിലൊക്കെ കീടശല്യം വരുമ്പോൾ ചിലർ കീടനാശിനി രാസ കീടനാശിനി അതിൻ്റെ കൂടെ സാഫും മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതെന്താ വെച്ചാൽ അത് ഫംഗൽ ഇൻഫെക്ഷൻ ആണോ കീടശല്യം ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ രാസ കീടനാശിനികൾ കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ 2 ഗ്രാം സാഫ് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കീടശല്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടായി നശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 2 ഗ്രാം സാഫ് എടുക്കുക, 2 ml ഇപ്പം നിങ്ങൾ ഏത് രാസ കീടനാശിനിയാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതും മിക്സ് ചെയ്യുക. അതേപോലെ ചെറിയ ഒരു അളവിൽ ലിക്വിഡ് സോപ്പ് 2 ml എടുത്താലും മതി. എപ്പോഴും സോപ്പ് ലായനി നമ്മൾ എടുക്കുമ്പോൾ അളവ് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഏത് കീടനാശിനി ആണെങ്കിലും ഫംഗിസൈഡ് ആണോ അതിൻ്റെ അളവിൽ താഴെയാണ് നമ്മൾ സോപ്പ് ലായനി എടുക്കേണ്ടത്. ആ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിൽ കുഴപ്പമൊന്നുമില്ല. രാസ കീടനാശിനി ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ, കാരണം ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം 15 ദിവസം കൂടുമ്പോഴൊക്കെ സാഫ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 2 ഗ്രാം എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. സൂഡോമോണസ് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സാഫ് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. കൂടുതലായിട്ട് നമ്മളെ ചെടിയിൽ കാണാമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൊടുത്താൽ മതി. പിന്നെ വീട്ടിൽ കൃഷി ചെയ്യുന്നവരൊക്കെ നമ്മൾ വാങ്ങി വെക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഈ സാഫ് കേട്ടോ. പക്ഷേ സൂഡോമോണസ് വാങ്ങി വെച്ചോളി, കുഴപ്പമില്ല. പക്ഷേ എല്ലാ സമയത്തും സൂഡോമോണസ് നമുക്ക് വർക്കിംഗ് ആയിട്ട് വരില്ല. പക്ഷേ നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് വൈകുന്നേരം സ്പ്രേ ചെയ്താൽ നാളെ രാവിലെ വെയിൽ ഉദിക്കുമ്പോൾ തന്നെ സൂഡോമോണസ് ബാക്ടീരിയ ചത്തുപോകും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ഫലം കിട്ടില്ല. കാരണം നമ്മളിൽ അധികം ആൾക്കാരും സ്പോട്ടിൽ രോഗം കണ്ടാലേ മാത്രമേ അത് ചെയ്യുള്ളൂ. അല്ല മുൻകരുതലായിട്ട് ചെയ്യുന്നതിൽ പലരും കുറവാണ്. അപ്പോൾ മുൻകരുതലായിട്ട് നമ്മളിതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്തു പോകുമ്പോൾ മാത്രമേ അതിൻ്റെ കറക്റ്റ് ഗുണം കിട്ടുള്ളൂ. അയച്ചാൽ സൂഡോമോണസ് കൊടുത്തതിൻ്റെ ഗുണം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മുൻകരുതലായിട്ട് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാഫാണ് ബെറ്റർ. കാരണം സാഫാകുമ്പോൾ നമ്മളിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ സൂഡോമോണസ് ആണെന്ന് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് സാഫ് നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കുന്നത് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്